പകുതി വില തട്ടിപ്പിൽ തിരുവനന്തപുരം ചിറയൻകീഴിൽ മാത്രം 1,74 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് സീഡിന്റെ കോർഡിനേറ്റർ വീണ സോനു റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാധാരണക്കാർ മുതൽ ഗൃഹോപകരണ കച്ചവടക്കാർ വരെ ഇരയായവരിലുണ്ട്. ജില്ലാ കോർഡിനേറ്റർ രജിത ആചാര്യ ഓർഡർ നൽകിയത് പ്രകാരം വാങ്ങിവെച്ച സാധനങ്ങൾ വിൽക്കാനാവാത്ത അവസ്ഥയിലാണ് ഹോം അപ്ലയൻസ് ഷോറൂമുകൾ. 452 കേസുകളാണ് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം അനന്തു കൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്തത്. അതിൽ ഏറ്റവും ദുഃഖകരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വലിയ പ്രോജക്റ്റിന് പൈസ വാങ്ങിച്ചതിനോടൊപ്പം ഏറ്റവും ലാസ്റ്റിൽ പിടിക്കപ്പെടുന്നതിനും ഒരാഴ്ച മുമ്പ് ഭക്ഷ്യധാന്യ കിറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് കൂടെ ഇവർ കൊണ്ടുവന്ന് വെച്ചു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് 3000 രൂപ വീതം 5000 രൂപയുടെ സാധനത്തിന് 3000 രൂപയെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് അടച്ചു. ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ആളുകളുടെ ഈ പൈസ കൂടെ നമുക്ക് വാങ്ങിച്ച് അവർ അതിലോട്ട് അടച്ചു. ചിറയൻകീഴ് സീഡിൽ മാത്രം 1,74 ലക്ഷം രൂപയോളം ചിറയൻകീഴ് സീഡിൽ പ്രോജക്റ്റുകൾ അവർ തരാനുണ്ട്. നമുക്ക് പ്രോജക്റ്റ് ഇനി വേണ്ട, നമ്മളെ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരണം. സാവിൻസ് ഹോം അപ്ലയൻസ് ഇതിൻ്റെ ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. കാര്യം ഹോം അപ്ലയൻസിന് ഈ ചിറയൻകീഴ് സീഡിൽ പ്രാദേശികമായിട്ട് ഒരു 6-7 കടകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രാദേശികമായ ഷോപ്പുകാരെല്ലാം ഇത് എടുത്തു വെച്ചിട്ട് കാത്തിരിക്കുക, അവർക്കും നഷ്ടമാണ്. വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. വലിയ തട്ടിപ്പാണ്, അതായത് കോടിയുടെ കണക്കൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ സ്കൂട്ടറും അതുപോലെ തന്നെ തയ്യൽ മെഷീനും ഒന്നും മാത്രമല്ല, ഒട്ടും കാശില്ലാത്തവന്റെ കയ്യിൽ നിന്നും പിച്ചച്ചട്ടിയിലും കൈയിട്ട് വാരുന്നു എന്ന രീതിയിൽ 3000 രൂപയ്ക്ക് 5000 രൂപയുടെ സാധനം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു തട്ടിപ്പ് കൂടി നടന്നിരിക്കുന്നു എന്ന പുതിയ വിവരം കൂടി പുറത്തു വരികയല്ലേ അരുൺ? ഗുഡ് മോർണിംഗ് സുജയ. ഈ പ്രധാനമായും ഇപ്പോൾ ചിറയൻകീഴിൽ കഴിഞ്ഞ ദിവസം ഒരൊറ്റ ദിവസം 452 കേസുകളാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ്. ഏറെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇനിയും കൂടുതൽ കണക്കുകൾ പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ചിറയൻകീഴിൽ 8 ക്ലസ്റ്ററുകളായിട്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഈ ചിറയൻകീഴിൽ മാത്രം 6 പഞ്ചായത്തുകളുണ്ട്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 2 ക്ലസ്റ്ററുകൾ, ഇങ്ങനെ 8 ക്ലസ്റ്ററുകളിലായിട്ട് നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സംസാരിച്ചത് പ്രധാനമായും 5 ക്ലസ്റ്ററിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള വീണ സോനു എന്ന് പറയുന്ന വ്യക്തിയാണ്. അവർ റിട്ടയർഡ് അധ്യാപിക കൂടിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികളെ സമൂഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന, ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഇവർ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് തട്ടിപ്പിനെ ഇത്തരത്തിൽ സാധാരണക്കാരെ ഇരയാക്കിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനം ഈ ഇത്തരത്തിൽ ഇടനിലക്കാരില്ലാതെയും ധാരാളം പേർ ഈ പ്രദേശത്ത് തട്ടിപ്പിനിരയായി. കാരണം ഈ വെബ് പോർട്ടൽ വഴി നേരിട്ട് പൈസ അടക്കാൻ കഴിയും. ഈ ഡിജിറ്റൽ ഗ്രാമം പോലുള്ള ഈ വെബ് പോർട്ടൽ വഴി ധാരാളം പേർ ഈ പ്രദേശത്ത് പണം അടച്ചിട്ടുണ്ട്. തട്ടിപ്പിന് പിടിക്കപ്പെടുന്നതിന് മുൻപ് ഒരാഴ്ച മുൻപ് അവസാനം രൂപീകരിച്ച ഒരു കമ്പനി ഉണ്ടായിരുന്നു. 2024 മെയ് മാസം രൂപീകരിച്ച ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ. ഈ കമ്പനി വഴി 152 പേരാണ് ഭക്ഷ്യധാന്യ കിറ്റിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് നിന്നും പണം അടച്ചത്. അത് ഭൂരിഭാഗം പേരും 5 തെങ്ങിലെ തീരദേശ ഗ്രാമവാസികളായിരുന്നു. 3000 രൂപയാണ് അടച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും അനന്തു കൃഷ്ണന് പുറമെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഐശ്വര്യ, അതുപോലെ തന്നെ അളിയനായിട്ടുള്ള സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള അഖിൽ അടക്കമുള്ളവർ ഈ കമ്പനിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീണ സോനു നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ റിട്ടയർഡ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഈ പഞ്ചകേശൻ എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള പി പ്രസാദ്, ബി ശിവൻകുട്ടി അടക്കമുള്ളവർ പല ഇന്നൊവേഷൻ മീറ്റുകളുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനെത്തി. ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ സംസാരിക്കാൻ എത്തിയപ്പോൾ വിശ്വസിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പ്രധാനമായി ഒരു റിട്ടയർഡ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ 2023 അനന്തു കൃഷ്ണനും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള രജിത ആചാര്യ അടക്കമുള്ളവർ ഇവരെ സമീപിക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും ഈ തട്ടിപ്പിന് അവർ ഇരയായില്ല. കാരണം അവർ ദീർഘനാൾ ഇവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പല മീറ്റുകളും അവർ പങ്കെടുത്തുവെങ്കിലും പണമടയ്ക്കാൻ കൂട്ടായില്ല. അവസാനം സായിഗ്രാമിൽ പങ്കെടുത്ത പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ പരിപാടിയിൽ പോകുമ്പോൾ ധാരാളം അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തുകൊണ്ട് ഇവർ ഒരു സാമൂഹ്യ സേവനം നടത്തുന്നു. അങ്ങനെ വലിയൊരു സേവനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർ ഈ തട്ടിപ്പിന് വിശ്വസിച്ചുകൊണ്ട് അവർ ഇരയായി മാറി എന്നുള്ളതാണ് വീണ സോനു പറയുന്നത്. ഇങ്ങനെ 452 പേർ പ്രദേശത്ത് ഇപ്പോൾ ഈ തട്ടിപ്പിന് ഇരയായി മാറിയിരിക്കുന്നു. പ്രധാനമായും കച്ചവടക്കാരെ അടക്കം തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നു. സാധാരണക്കാരുടെ കയ്യിലുള്ളത് കിട്ടുന്നത് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയെടുത്ത ഒരു തട്ടിപ്പായി ഇത് മാറുകയാണ്. ഇത് എത്ര കേസുകളിൽ നിൽക്കുമെന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഒരു നാട്ടിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും പഞ്ചായത്ത് തോറും കയറി ഇറങ്ങി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു
നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തട്ടിപ്പിന്റെ കഥകളെല്ലാം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. എത്ര അനുഭവം ഉണ്ടായാലും ജനങ്ങൾ പഠിക്കില്ല എന്ന് തൃശൂർ ഗഡി പ്രദീപ് കുമാർ കുവൈറ്റിൽ നിന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പുകളുടെ ഡീറ്റെയിൽസ് എന്നാൽ റിപ്പോർട്ടർ അന്വേഷിക്കുമോ എന്ന് നന്ദഗോപാൽ ചോദിക്കുന്നു. പിന്നെന്താ, അതല്ലേ നമ്മുടെ പണി. തട്ടിപ്പിന്റെ വിവരം ഇങ്ങനെ പോരട്ടെ, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അതൊക്കെ കൊണ്ടുവരാൻ ഞങ്ങളുടെ ടീം ഇവിടെ ഫുൾ സെറ്റ്